ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈറ്റ് എയ്റ്റ് ഈറ്റണാണ്. അപ്പോൾ ഈറ്റ് എന്ന് പറഞ്ഞാൽ തിന്നുക, കഴിക്കുക എന്നുള്ള അർത്ഥം വരും. എയ്റ്റ് പറഞ്ഞാൽ കഴിച്ചു എന്നുള്ള അർത്ഥം വരും. ഈറ്റൺ വന്നാലും കഴിച്ചു എന്നുള്ള അർത്ഥം തന്നെ വരിക. ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ING ഫോം യൂസ് ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഈറ്റിംഗ് എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നും പറയുന്ന പോലെ പറയുകയാണ്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഈറ്റ് എയ്റ്റ് ഈറ്റൺ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ടുള്ള സെൻറ്റൻസ് പറയാം. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഈറ്റിംഗ് എ സാൻഡ്വിച്ച്. അവളൊരു സാൻഡ്വിച്ച് കഴിക്കുകയായിരുന്നു. ഷി വാസ് ഈറ്റിംഗ് എ സാൻഡ്വിച്ച്. അവളൊരു സാൻഡ്വിച്ച് കഴിക്കുകയായിരുന്നു. ഷി വാസ് ഈറ്റിംഗ് എ സാൻഡ്വിച്ച്. അവളൊരു സാൻഡ്വിച്ച് കഴിക്കുകയായിരുന്നു. അവളൊരു ആപ്പിൾ കഴിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഷി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. അവളൊരു ആപ്പിൾ കഴിക്കുകയായിരുന്നു. ഷി വാസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ. അവളൊരു ആപ്പിൾ കഴിക്കുകയായിരുന്നു. കഴിക്കാൻ കഴിഞ്ഞില്ല എന്നെങ്ങനെ പറയാം? ഐ കുഡ് നോട്ട് ഈറ്റ് ദാറ്റ്. എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഈറ്റ് ദാറ്റ്. എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട് ഈറ്റ് ദാറ്റ്. എനിക്കത് കഴിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡ് നോട്ട്. ഞങ്ങളുടെ സമയമെടുത്ത് പതുക്കെ കഴിച്ചു എന്നെങ്ങനെ പറയാം? വി ടുക്ക് അവർ ടൈം ആൻഡ് ഈറ്റ് സ്ലോലി. ഞങ്ങളുടെ സമയമെടുത്ത് പതുക്കെ കഴിച്ചു. വി ടുക്ക് അവർ ടൈം ആൻഡ് ഈറ്റ് സ്ലോലി. ഞങ്ങളുടെ സമയമെടുത്ത് പതുക്കെ കഴിച്ചു. വി ടുക്ക് അവർ ടൈം ആൻഡ് ഈറ്റ് സ്ലോലി. ഞങ്ങളുടെ സമയമെടുത്ത് പതുക്കെ കഴിച്ചു. വി ടുക്ക് അവർ ടൈം പറഞ്ഞാൽ ഞങ്ങളുടെ സമയമെടുത്ത്, ഈറ്റ് സ്ലോലി പതുക്കെ കഴിച്ചു. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു എന്നെങ്ങനെ പറയാം? ദേ ലൈക്ക് ടു ഈറ്റ് അറ്റ് ഹോം. അവർ ഇഷ്ടപ്പെടുന്നു. എന്താണ് ഇഷ്ടപ്പെടുന്നത്? വീട്ടിൽ നിന്ന് കഴിക്കാം. ദേ ലൈക്ക് ടു ഈറ്റ് അറ്റ് ഹോം. അവർ വീട്ടിൽ നിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദേ ലൈക്ക് ടു. അവർ ഇഷ്ടപ്പെടുന്നു. എന്താണ്? ഈറ്റ് അറ്റ് ഹോം. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദേ ലൈക്ക് ടു ഈറ്റ് അറ്റ് ഹോം. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ദേ ലൈക്ക് ടു ഈറ്റ് അറ്റ് ഹോം. അവർ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. കഴിച്ചാൽ നിങ്ങൾക്ക് സുഖം തോന്നും എങ്ങനെ പറയാം? യു വിൽ ഈറ്റ് സംതിങ് ഇഫ് യു ഫീൽ ബെറ്റർ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾക്ക് സുഖം തോന്നും. നമ്മൾ ആയൊക്കെ ടയേർഡായി വരുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചാൽ നല്ലൊരു ഉണർവും ഉന്മേഷമൊക്കെ കിട്ടൂലേ? യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു ഈറ്റ് സംതിങ്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾക്ക് സുഖം തോന്നും. യു വിൽ ഫീൽ ബെറ്റർ ഇഫ് യു ഈറ്റ് സംതിങ്. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾക്ക് സുഖം തോന്നും. പ്രഭാത ഭക്ഷണം ഒരുപാട് കഴിച്ചെന്നാൽ എനിക്ക് വിശപ്പില്ല എന്നെങ്ങനെ ഞാൻ പറയാം? ഐ ഏറ്റ് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് സോ ഐ ആം നോട്ട് ഹംഗ്രി. ഞാൻ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശപ്പില്ല. ഐ ഏറ്റ് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് സോ ഐ ആം നോട്ട് ഹംഗ്രി. ഞാൻ വലിയ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശപ്പില്ല. ഐ ഏറ്റ് ബിഗ് ബ്രേക്ക്ഫാസ്റ്റ് സോ ഐ കനോട്ട് ഹംഗ്രി. ഞാൻ കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് വിശപ്പില്ല. അത്ര അസ്വസ്ഥനാണ് എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ വാസ് ടു നെർവസ് ടു ഈറ്റ്. ഞാൻ കഴിക്കാൻ കഴിയാത്തത്ര അസ്വസ്ഥനാണ്. ഐ വാസ് ടു നെർവസ് ടു ഈറ്റ്. ഞാൻ കഴിക്കാൻ കഴിയാത്തത്ര അസ്വസ്ഥനാണ്. ഐ വാസ് ടു നെർവസ് ടു ഈറ്റ്. ഞാൻ കഴിക്കാൻ കഴിയാത്തത്ര അസ്വസ്ഥനാണ്.
നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം എന്നെങ്ങനെ പറയാം? ലെറ്റ് us ഗോ ഔട്ട് ടു ഈറ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ലെറ്റ് us ഗോ ഔട്ട് ടു ഈറ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ലെറ്റ് us ഗോ ഔട്ട് ടു ഈറ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. ലെറ്റ് us ഗോ ഔട്ട് ടു ഈറ്റ്. നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോകാം. അവർ ഗെയിമിന് ശേഷം അത്താഴം കഴിക്കുന്ന എങ്ങനെ പറയാം? ദേ ഈറ്റ് ഡിന്നർ ആഫ്റ്റർ ദ ഗെയിം. അവർ ഗെയിമിന് ശേഷം അത്താഴം കഴിക്കും. ദേ ഈറ്റ് ഡിന്നർ ആഫ്റ്റർ ദ ഗെയിം. അവർ ഗെയിമിന് ശേഷം അത്താഴം കഴിക്കും. ദേ ഈറ്റ് ഡിന്നർ ആഫ്റ്റർ ദ ഗെയിം. അവർ ഗെയിമിന് ശേഷം അത്താഴം കഴിക്കും. ഇറച്ചി കഴിക്കുന്നില്ല എന്നെങ്ങനെ പറയാ? ദേ ഡു നോട്ട് ഈറ്റ് മീറ്റ്. അവർ ഇറച്ചി കഴിക്കുന്നില്ല. 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 അനുയോജ്യമല്ല എന്നെങ്ങനെ പറയാ? ഇറ്റ്സ് നോട്ട് ഫിറ്റ് ടു ഈറ്റ്. അത് കഴിക്കാൻ അനുയോജ്യമല്ല. 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 ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറുകളും കഴിച്ചു എന്നെങ്ങനെ പറയാം? ഷീ ഹാസ് ഈറ്റൺ എവരി ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. അവൾ ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറും കഴിച്ചു. ഷീ ഹാസ് ഈറ്റൺ എവരി ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. അവൾ ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറും കഴിച്ചു. ഷീ ഹാസ് ഈറ്റൺ എവരി ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. അവർ ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറും കഴിച്ചു. ഷീ ഹാസ് ഈറ്റൺ എവരി ഫ്ലേവർ ഓഫ് ഐസ്ക്രീം. ഐസ്ക്രീമിൻ്റെ എല്ലാ ഫ്ലേവറുകളും അവൾ കഴിച്ചു. കഴിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? ഐ വാസ് ഈറ്റിംഗ്. ഞാൻ കഴിക്കുകയായിരുന്നു. 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 ഉച്ചഭക്ഷണം പഠനത്തിൽ നിന്ന് കഴിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഏറ്റ്. ഞാൻ കഴിച്ചു. എന്താ കഴിച്ചത്? ലഞ്ച് ഇൻ ടൗൺ. ഞാൻ ഉച്ചഭക്ഷണം പട്ടണത്തിൽ നിന്ന് കഴിച്ചു. ഐ ഏറ്റ് ലഞ്ച് ഇൻ ടൗൺ. ഞാൻ ഉച്ചഭക്ഷണം പട്ടണത്തിൽ നിന്ന് കഴിച്ചു. ഐ ഏറ്റ് ലഞ്ച് ഇൻ ടൗൺ. ഞാൻ ഉച്ചഭക്ഷണം പട്ടണത്തിൽ നിന്ന് കഴിച്ചു. നമ്മൾ ചിലപ്പം പറയില്ലേ, എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും മധുരമുള്ളത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഐ ഫീൽ ലൈക്ക് ടു ഈറ്റ് സംതിങ് സ്വീറ്റ്. എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ടു ഈറ്റ് സംതിങ് സ്വീറ്റ്. എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ഐ ഫീൽ ലൈക്ക് ടു ഈറ്റ് സംതിങ് സ്വീറ്റ്. എനിക്ക് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു. ഭക്ഷണം കഴിക്കാമെന്ന് എങ്ങനെ പറയാം? മേ ഐ സ്റ്റാർട്ട് ഈറ്റിംഗ് നൗ. ഞാനിപ്പോൾ ഭക്ഷണം കഴിക്കാം. 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 ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ എന്നെങ്ങനെ ചോദിക്കുക? ഹാവ് യു ഫിനിഷ്ഡ് ഈറ്റിംഗ് യുവർ ലഞ്ച്. നീ നിൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഹാവ് യു ഫിനിഷ്ഡ് ഈറ്റിംഗ് യുവർ ലഞ്ച്. നിൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഹാവ് യു ഫിനിഷ്ഡ് ഈറ്റിംഗ് യുവർ ലഞ്ച്. നിൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഹാവ് യു ഫിനിഷ്ഡ് ഈറ്റിംഗ് യുവർ ലഞ്ച്. നിൻ്റെ ഉച്ചഭക്ഷണം കഴിച്ചു കഴിഞ്ഞു. ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു എന്നെങ്ങനെ പറയാം? വി വർ ഈറ്റിംഗ് ലഞ്ച് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. വി വർ ഈറ്റിംഗ് ലഞ്ച് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. വി വർ ഈറ്റിംഗ് ലഞ്ച് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. വി വർ ഈറ്റിംഗ് ലഞ്ച് ടുഗദർ. ഞങ്ങൾ ഒരുമിച്ച് ഉച്ചഭക്ഷണം കഴിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരു കഫേയിൽ അത്താഴം കഴിച്ചു എന്നെങ്ങനെ പറയാം? വി ഏറ്റ് ഡിന്നർ
ഇൻ എ കഫേ, ഞങ്ങളൊരു കഫേയിൽ നിന്ന് അത്താഴം കഴിച്ചു. വി ഏറ്റ് ഡിന്നർ ഇൻ എ കഫേ, ഞങ്ങളൊരു കഫേയിൽ നിന്ന് അത്താഴം കഴിച്ചു. വി ഏറ്റ് ഡിന്നർ ഇൻ എ കഫേ, ഞങ്ങളൊരു കഫേയിൽ അത്താഴം കഴിച്ചു. ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ എന്ന് എങ്ങനെ പറയാം? ഐ ജസ്റ്റ് ഈറ്റിംഗ് നൗ, ഞാൻ ഇപ്പോൾ കഴിച്ചതേ ഉള്ളൂ. 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 കഴിച്ചതേ ഉള്ളൂ എന്ന്, കഴിച്ചു തീർന്നതേ ഉള്ളൂ എന്ന് അറിയില്ലേ? ഐ ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്, ഞാനിപ്പോൾ കഴിച്ചു തീർന്നതേ ഉള്ളൂ. ഐ ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്, ഞാൻ ഇപ്പോൾ കഴിച്ചു തീർന്നതേ ഉള്ളൂ. ഐ ജസ്റ്റ് ഫിനിഷ്ഡ് ഈറ്റിംഗ്, ഞാൻ ഇപ്പോൾ കഴിച്ചു തീർന്നതേ ഉള്ളൂ. ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചില്ല എന്നെങ്ങനെ പറയാം? ഐ ഹാവിൻറ്റ് ഈറ്റൻ 4 days, ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് ഈറ്റൻ 4 days, ഞാൻ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഐ ഹാവിൻറ്റ് ഈറ്റൻ 4 days, ഞാൻ ദിവസങ്ങളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിച്ചിരുന്നില്ല എന്നിങ്ങനെ പറയണ്ടേ? ഈ ഹാഡ് ഈറ്റൻ നൈദർ ലഞ്ച് നോർ ഡിന്നർ, അവൻ ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിച്ചിരുന്നില്ല. ഈ ഹാഡ് ഈറ്റൺ നൈദർ ലഞ്ച് നോർ ഡിന്നർ, അവൻ ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിച്ചിരുന്നില്ല. ഈ ഹാഡ് ഈറ്റൺ നൈദർ ലഞ്ച് നോർ ഡിന്നർ, അവൻ ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിച്ചിരുന്നില്ല. ഈ ഹാഡ് ഈറ്റൺ നൈദർ ലഞ്ച് നോർ ഡിന്നർ, അവൻ ഉച്ചഭക്ഷണമോ അത്താഴമോ കഴിച്ചിരുന്നില്ല. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു എന്നെങ്ങനെ പറയാം? ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ്, ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ്, ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. ഐ ഹാവ് ഈറ്റൺ അറ്റ് ദിസ് റെസ്റ്റോറൻറ്റ്, ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു. വാസ് യു ഈറ്റിംഗ്, നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് വാസ് യു ഈറ്റിംഗ്, നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് വാസ് യു ഈറ്റിംഗ്, നിങ്ങൾ എന്താണ് കഴിച്ചത്? വാട്ട് വാസ് യു ഈറ്റിംഗ്, നിങ്ങൾ എന്താണ് കഴിച്ചത്? അപ്പോൾ ഈറ്റ്, എയ്റ്റ്, ഈറ്റൺ എന്ന് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങളൊന്ന് ഡെയിലി ഓരോ ഇതും കൂടി വീട്ടിലിങ്ങനെ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ പറയുകയാണ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക, ഡെയിലി എപ്പിസോഡ് കാണുക, അത് വീട്ടിലും ഫ്രണ്ട്സിനോടും യൂസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.